നമസ്കാരം. കേരളത്തിൽ ഒരുപാട് പേർ യന്ത്രങ്ങൾ ധരിക്കുന്നു. പലതരം യന്ത്രങ്ങളാണ്. വിദ്യാരാജഗോപാലം, മൃത്യുഞ്ജയ യന്ത്രം, സുദർശന യന്ത്രം എന്നിങ്ങനെ കുറേ യന്ത്രങ്ങൾ വെള്ളിയിലും സ്വർണത്തിലുമായിട്ട് എഴുതി ധരിക്കുന്നു. ഇതിൽ പലർക്കും സംശയങ്ങളുണ്ട്. ഇതെപ്പോഴും ധരിക്കാമോ? എത്രാമത്തെ വയസ്സിൽ ധരിക്കണം? എത്ര കാലം ഇതിൻ്റെ എനർജി നിൽക്കും? എന്നിങ്ങനെ പല തരത്തിൽ സംശയങ്ങൾ വരികയാണ്. കാരണം ഇതെല്ലാം ആപേക്ഷികമാണ്. അതായത് ഒരാളുടെ നമ്മളെങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരാളുടെ ഷർട്ടിൻ്റെ സൈസല്ല മറ്റൊരാളുടെ ഷർട്ടിൻ്റെ സൈസ്. അതുപോലെ തന്നെയാണ് ഒരാൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പോൾ യന്ത്രങ്ങൾ പൊതുവെ ഈ കേരളത്തിലാണ് ഈ സ്വർണത്തിൽ യന്ത്രങ്ങൾ ധരിച്ച് കാണുന്നുണ്ട്. യന്ത്രങ്ങൾ ചെയ്യുന്നു. അതിൽ തന്നെ പലതരം ലെവലുണ്ട്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു യന്ത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് ദേവൻ്റെ യന്ത്രമാണോ നാം ഉദ്ദേശിക്കുന്നത് ആ ദേവൻ്റെ പ്രതിഷ്ഠാദി ക്രിയകളെല്ലാം തന്നെ അതിനകത്ത് ചെയ്യണം. അത്രയ്ക്കും ജോലിയുണ്ട്. അതെല്ലാം ചെയ്താലും അത് ആ യന്ത്രം ധരിക്കുവാനായിട്ട് നമ്മളുടെ ജീവിതചര്യ ശരിയാണോ അറിയില്ല. അപ്പോൾ അത്രയ്ക്കൊരു ലെവലിൽ പോയി ഒരു യന്ത്രം ഇന്ന് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിരലിൽ എണ്ണാം. കാരണം അത് ഒരുപക്ഷെ ചെയ്യുവാൻ സാധിക്കും. ധരിക്കുന്ന ആളുടെ ജീവിത സാഹചര്യങ്ങളും മറ്റും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു, ക്ഷേത്രമല്ലാതെ ഒരു സ്ഥലത്ത് ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നാം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിക്കുക. അതേ കണക്കിന് തന്നെയാണ് നല്ല രീതിക്ക് യന്ത്രങ്ങളെല്ലാം ചെയ്ത് ധരിക്കുന്ന വ്യക്തിയുടെ ശീലങ്ങളും പലതരം സാഹചര്യങ്ങളും അതിലേക്കൊന്നും എത്തപ്പെടാതെ ഇരിക്കുന്ന എന്താ പറയുക, അവൻ്റെ ചുറ്റുപാടുകൾ, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു യന്ത്രം ചെയ്യുവാൻ ഇന്ന് സാധിക്കുമോ എന്ന് ഏവരും ചിന്തിക്കുക. അപ്പോൾ ഇന്ന് ചെയ്യുന്ന യന്ത്രങ്ങൾ സ്വർണത്തിലായാലും വെള്ളിയിലായാലും സുദർശന യന്ത്രം ഉദാഹരണമായിട്ടെടുക്കാം. സുദർശന മൂലമന്ത്രം കൊണ്ട് ഇത്ര ഒരു എഴുതി സാധ്യാനാമ പുരസരം തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പുരസരം എഴുതി ഇവർ ജപിച്ചു വരുന്നു. ജപിച്ച ശേഷം യന്ത്രത്തിനെ, അത് നമ്മൾ പറയുന്നു യന്ത്രത്തെ എനർജൈസ് ചെയ്ത് തരിക എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു ഡയലോഗ്. സമൂഹ മനസ്സ് അങ്ങനെയാണ് ഇന്ന് കാണുന്നത്. യന്ത്രത്തെ പോസിറ്റിവിറ്റി ആയിട്ട്, എന്താണ് പോസിറ്റീവ് എനർജി കൊണ്ടുവരണം, അങ്ങനെ ഞാൻ ധരിക്കാം എന്നൊക്കെ കുറേ ഡയലോഗൊക്കെ ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പം അങ്ങനെ ആ യന്ത്രത്തെ സ്പർശിച്ച് ക്രിയ ചെയ്ത് ഈ പൂജിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെയാണ് ഇത്ര സംഖ്യ ജപിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നു, ഇല്ലെങ്കിൽ നമുക്ക് തരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രതിഷ്ഠാദി വിധിപ്രകാരമുള്ളതല്ല ചെയ്തു വരുന്നതെന്നും, യന്ത്രം ബാക്കി എല്ലാ ക്രിയകളും എഴുതുന്നത് മുതൽ അതിനെ ശുദ്ധീകരിച്ച് ജപിച്ച് അത് തൊട്ട് ഇത്ര ഒരു ജപിക്കുന്നു. ചിലർ 108 ജപിക്കും, ചിലർ 336, ചിലർ 1008, ഇങ്ങനെയാണ് സംഖ്യ പോകുന്നത്. ഇങ്ങനെ സംഖ്യ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ യന്ത്രം വിധിപ്രകാരം ആയി കഴിഞ്ഞു. ഇനി അത് ധരിക്കുന്നു. ധരിച്ച ശേഷം നമുക്ക് ഊരി വയ്ക്കാമോ എന്നുള്ള ചോദ്യമുണ്ട്. ഊരി വയ്ക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നാം ഇപ്പോൾ ഒരു ആവാഹനത്തിനിരിക്കുകയാണ്. യന്ത്രമൊക്കെ രക്ഷയൊക്കെ അഴിച്ചു മാറ്റാൻ പറയും. ഒരു മരണ വീട്ടിൽ പോവുകയാണ്, ഇല്ലെങ്കിൽ മോർച്ചറിയിൽ പോവുകയാണ്. അങ്ങനത്തെ സർക്കംസ്റ്റാൻസസിൽ ഊരി വെക്കണം. അതുപോലെ തന്നെ രാത്രി ഊരി വയ്ക്കാമോ എന്ന് ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ഊരി വയ്ക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് അഭിപ്രായം. രാവിലെ കുളി കഴിഞ്ഞ് വീണ്ടും ആ യന്ത്രം ധരിക്കാം എന്നുള്ളതാണ്. ഇനി മറ്റു ചില പ്രദേശത്ത് ആചാര്യപ്രണീതമായി ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അപ്പീലില്ല. ഗുരു പറയുകയാണ് ഇത് 24 മണിക്കൂർ ധരിച്ചു കൊള്ളുക എന്ന് പറയുകയാണെങ്കിൽ അത് ശിരസാ സ്വീകരിക്കുക. ഗുരോർ ഹിതം ഹി കർത്തവ്യം എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി മറ്റൊരു സംശയം, ഈ യന്ത്രം ഒരിക്കൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തരം അതിൽ ശക്തി ഉണ്ടാകുമോ, ഇല്ലെങ്കിൽ അത് മതിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശക്തി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളതാണ് ഉത്തരം.
പ്രായേണ ഇന്ന് കണ്ടുവരുന്ന ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ ആ വെള്ളിക്ക് തേയ്മാനം സംഭവിക്കുന്നു. കാലക്രമേണ ഈ യന്ത്രം, ധരിച്ചിരിക്കുന്ന യന്ത്രം ഞണങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട്, അമർന്നു പോകാനുള്ള സാധ്യതയുണ്ട്, അതിൽ പൊട്ടൽ വീഴാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ 1 വർഷം 2 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ, പഴക്കം കൂടുമ്പോൾ അത് മാറ്റുക. എങ്ങനെയാണ് മാറ്റേണ്ടത്? വെള്ളിയൊക്കെ ആകുമ്പം ആ തകിട് എടുക്കുന്നു, അത് കടലിൽ നിക്ഷേപിക്കുന്നു. ഇപ്പോൾ സ്വർണ്ണമായാലും, സ്വർണ്ണമാണെങ്കിൽ നമ്മൾ വീണ്ടും പുതിയ തകിട് എഴുതി ആ സ്വർണ്ണ കുപ്പി എന്നൊക്കെയാണ് പറയാറ്, കൂടെന്ന് പറയും, ആ സ്വർണ്ണ കൂടിൽ തന്നെ വീണ്ടും വെച്ച ശേഷം വീണ്ടും ധരിക്കുകയാണ്. എന്നിരുന്നാലും ഇതെല്ലാം ഒരു ഇൻഫർമേഷനായി കരുതി അവരവരുടെ ആചാര്യപ്രണിതം ഗുരുക്കന്മാർ പറയുന്നത് കൂടി കേട്ട ശേഷം ഈ യന്ത്രത്തിലേക്ക് ഏവരും തിരിയുന്നത് നന്നാവും എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.